ഗുഡ് ഈവനിങ്. എല്ലാവർക്കും PRS വെൽത്ത് മാനേജ്മെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ പുതിയതായിട്ടൊരു സർവീസ് കൂടി എൻ്റെ ഇൻവെസ്റ്റേഴ്സിന് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ്, നിങ്ങളുടെ ഫിനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വ്യൂ ചെയ്യുന്നതിനും അതിൻ്റെ ട്രാൻസ്പെറൻസി പ്രൊവൈഡ് ചെയ്യുന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ഞാൻ റീസെൻ്റായിട്ട് എൻജോയ് ഇന്ത്യ എന്നൊരു കമ്പനിയിൽ വാങ്ങിച്ചിട്ടുണ്ട്. അതെങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എൻ്റെ വെബ്സൈറ്റായ www.showprasad.com എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അവിടെ വലത് സൈഡായി കാണുന്ന ക്ലയൻറ്റ് ലോഗിൻ, എംപ്ലോയി ലോഗിൻ, മ്യൂച്വൽ ഫണ്ട് ലോഗിൻ, ഷെയർ ലോഗിൻ, ഇങ്ങനെ 4 ലോഗിൻസ് ഉള്ളതിൽ ക്ലയൻറ്റ് ലോഗിൻ കസ്റ്റമർ നിങ്ങളുടെ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് തരും. മ്യൂച്വൽ ഫണ്ട് ഓൺലൈൻ മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷെയർ ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഇക്വിറ്റി ഷെയർസ്, IPO, OFS അങ്ങനെയുള്ള NSEയിലും BSEയിലും ലിസ്റ്റ് ആയിട്ടുള്ള ഏത് ഷെയർസും ബൈ ചെയ്യാനുള്ള ഓപ്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ക്ലയൻറ്റ് ലോഗിൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ ക്ലയൻറ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഈ ഒരു വിൻഡോ ഓപ്പൺ ആവും. ഈ വിൻഡോ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂസ് നെയിം പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്ന ഈ ഒരു ലിങ്കിലേക്കായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങളുടെ നെറ്റ് വർത്ത്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, ഇപ്പോഴത്തെ വാല്യുവേഷൻ എന്നുള്ള ഒറ്റ ക്ലിക്കിൽ തന്നെ അറിയാം. അതിന് അണ്ടറിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസിനകത്ത് അവൈലബിൾ ആണ്. ഇതിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യുവേഷനിലേക്ക് പോകുമ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന ലിങ്ക് എടുക്കുക, തൊട്ട് താഴെ വാല്യുവേഷൻ എടുക്കുക. ഈ വാല്യുവേഷനിൽ നിങ്ങൾ വാല്യുവേഷൻ എടുത്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തൊക്കെയാണോ ഞാൻ വഴി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അതായത് മ്യൂച്വൽ ഫണ്ട് വാല്യുവേഷൻ, ഇവിടെ ചെക്ക് ഓൾ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നോർമൽ വ്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, എന്താണ് ഫോളോ നമ്പർ, അത് ഏത് ദിവസം ഇൻവെസ്റ്റ് ചെയ്തു, എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അതിൻ്റെ ഇന്നത്തെ NAV എത്രയാണ്, എത്ര യൂണിറ്റ്സ് ബൈ ചെയ്തു, വാങ്ങിയ NAV എത്രയാണ്, ഇന്നത്തെ NAV എത്രയാണ്, ഇന്നത്തെ ഫണ്ട് വാല്യൂ എത്രയാണ്, എത്ര CAGR റിട്ടേൺ, അബ്സല്യൂട്ട് റിട്ടേൺ, ഇങ്ങനെ ഓരോ തവണ പോയിരിക്കുന്ന ഫണ്ടുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. എത്ര ഇക്വിറ്റി ഷെയർസ് എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഓരോ ഫണ്ടിൻ്റെയും ഇതിൻ്റെ എല്ലാം കൺസോളിഡേറ്റ് ഏറ്റവും അവസാനം ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ എത്രയാണ്, ഇപ്പോഴത്തെ ഫണ്ട് വാല്യൂ എത്രയാണ്, ഈ കാര്യം ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിൽ ഏറ്റവും പിന്നീട് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഇവിടെ ഈ റിപ്പോർട്ട് ടൈപ്സിൽ കയറിയിട്ട് നിങ്ങൾക്ക് സ്കീം വൈസ് സമ്മറി എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അറിയാം. ഏതൊക്കെ ഫണ്ടിൽ എത്ര ലാർജ് ക്യാപ്പിൽ, ഏതൊക്കെ ഫണ്ടാണ് ലാർജ് ക്യാപ്പ്, ഏതൊക്കെയാണ് മിഡ് ക്യാപ്പ്, ഇത്തരം കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓവറോൾ റിട്ടേൺ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഇക്വിറ്റി എത്രയോ, ഡെറ്റ് എത്രയോ, ടൈപ്പ് ഓഫ് ഫണ്ടുകൾ എവിടെയൊക്കെയാണ്, ഇത്തരത്തിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുകൂടാതെ മ്യൂച്വൽ ഫണ്ട് വഴി ബൈ ചെയ്തിരിക്കുന്ന ഏതൊക്കെ കമ്പനികളുടെ ഷെയർസ് മ്യൂച്വൽ ഫണ്ട് വഴി നിങ്ങൾ ബൈ ചെയ്തിരിക്കുന്നു, അത്തരം റിപ്പോർട്ട്സിനകത്ത് അവൈലബിൾ ആണ്. മ്യൂച്വൽ ഫണ്ട്, ഇക്വിറ്റി ഹോൾഡിംഗ്, സെക്ടർ എക്സ്പോഷർ ഡേറ്റ നോക്കാമെങ്കിൽ ഏതൊക്കെ ഫണ്ടുകൾ ഏതൊക്കെ സെക്ടറിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാം. ഡെറ്റ് ഹോൾഡിംഗ് നോക്കാമെങ്കിൽ അതറിയാം. ക്രെഡിറ്റ് പ്രൊഫൈൽ, നിങ്ങൾ ഡെറ്റ് ഫണ്ടുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് AAA പേപ്പേഴ്സ് എത്രയുണ്ട്, AA, ഇത്തരം കാര്യങ്ങൾ നോക്കാം. ഈവൻ ഇനി ടാക്സേഷൻ ഉള്ള ആളാണെങ്കിൽ ഓരോ വർഷവും ചാർട്ടേഡ് അക്കൗണ്ട് എടുത്ത് ഫിനാൻഷ്യൽ ഉണ്ടാകുമ്പോൾ ഈ കസ്റ്റമൈസ്ഡ് P&L റിപ്പോർട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓരോ ഫിനാൻഷ്യലിലും ഇവിടെ ചെക്ക് ചെയ്യാം. ഓരോ ഫിനാൻഷ്യലിലെയും P&L റിപ്പോർട്ട് എടുക്കുക. ഇവിടെ ആക്ച്വലി ഒന്നും കാണുന്നില്ല, ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളുടെ ഫയലിംഗ് ഈസി ആയിട്ട് ചാർട്ടേഡ് അക്കൗണ്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. സപ്പോസ് ഡെറ്റ് ഫണ്ട് ഇട്ടാക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ കോസ്റ്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സ് ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ ഈ വിൻഡോ വഴി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഈ വിൻഡോ എല്ലാവരും കാര്യമായിട്ട് ഉപയോഗിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ ക്ലോസ് ചെയ്യുകയാണ്. വീണ്ടും പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ ഇടുന്നു.